പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2025 കേരള PSC നടത്തിയിട്ടുള്ള മുഴുവൻ മലയാള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. 2025 ജനുവരി മുതൽ ഈ ജൂലൈ 31 വരെയുള്ള എക്സാമുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. 10ാം ക്ലാസ് നിലവാരമുണ്ട്, +2 നിലവാരമുണ്ട്, ഡിഗ്രി നിലവാരത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ താഴെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ പ്രതീക്ഷിക്കുകയാണ്. പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോമൻ, വിധു, ഇന്ദു ഇവ ഏതിന്റെ പര്യായ പദങ്ങളാണ്? ഏതിന്റെയാണ്? ചന്ദ്രന്റേതാണ്. കാരണം നമുക്ക് സിനിമ സ്റ്റാർ ഉണ്ടല്ലോ, ഫസ്റ്റ് പഴയകാല നടൻ ലേലം സിനിമയിലൊക്കെ സോമൻ, അതുപോലെ നമ്മുടെ ഗായകൻ വിധു പ്രതാപ് ഇല്ലേ, അതെ അവനെ ആലോചിക്കാം. പിന്നെ ഇന്ദു, ഏതെങ്കിലും നിങ്ങളുടെ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടോ അവരൊക്കെ ഉണ്ടെങ്കിൽ അവനെ ആലോചിക്കാം. ഇവരൊക്കെ എന്ത് പര്യായ പദങ്ങളാണ്? ചന്ദ്രന്റെ പര്യായ പദങ്ങളാണെന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇനി തെറ്റായ പദം ഏതാണ്? തെറ്റായ പദം തന്നിട്ടുള്ളതിൽ ഡി ആണ് കേട്ടോ, വൃശ്ചികമാണ് തെറ്റായിട്ടുള്ളത്. വൃശ്ചികം എങ്ങനെയാണ് എഴുതുക? വൃശ്ചികം അല്ലേ, എങ്ങനെയാണ് അല്ലേ? ഈ ചായാണ് എഴുതേണ്ടത്, വൃശ്ചികം. ഓക്കെ, ഇനി ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേ. ഇതൊക്കെ പ്രീവിയസ് ആണ്. ഐച്ഛികം, അനാച്ഛാദനം, യാദൃച്ഛികം. കണ്ടോ, നമ്മള് അച്ഛൻ എന്ന് എഴുതുമ്പോ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക? അച്ഛൻ ഇങ്ങനെയല്ലേ എഴുതുക? അപ്പൊ അതേ ച എന്നിട്ടിട്ട് കണ്ടോ അല്ലേ, ഈ ചാ തന്നെയാണ്. നോക്കേ, യാദൃച്ഛികം, ഐച്ഛികം, അനാച്ഛാദനം. നാഗം എന്നതിന്റെ വിപരീത പദം, നാഗത്തിന്റെ വിപരീത പദം ഏതാണ്? സി ആണ് കേട്ടോ. നാഗം നരകം, നാഗം നരകം. ഈ നാഗം എന്താ? പാമ്പ് അല്ലേ? ഈ നാഗം പാമ്പ്. ഈ ക എന്ന് വന്നു കഴിഞ്ഞാൽ നാഗം നരകം. ചെയ്യേണ്ടത് ചെയ്ത എന്ന അർത്ഥം വരുന്ന പദം, ചെയ്യേണ്ടത് ചെയ്ത എന്ന അർത്ഥം വരുന്ന പദം കൃതകൃത്യ അല്ലെ. നമ്മൾ അങ്ങനെ ചെയ്താലും മനസ്സിലാക്കിയാൽ മതി. കൃതകൃത്യമായിട്ട് ചെയ്തു, നമ്മളിങ്ങനെ പറയില്ലേ, കൃതകൃത്യമായിട്ട് ചെയ്തു എന്നൊക്കെ പറയില്ലേ, കൃതകൃത്യ കേട്ടോ. ചെയ്യേണ്ടത് ചെയ്ത എന്ന അർത്ഥം വരുന്ന പദം കൃതകൃത്യ. മനസ്സിലാക്കണേ, കൃതകൃത്യ. തന്നിട്ടുള്ളത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഡി ആണ്. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. ഓരോ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഈ പുസ്തകത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? പ്ലൂറൽ ഫോം, ഡബിൾ മീനിങ്, അതായത് ഒന്നിലധികം പ്ലൂറൽ. അതായത് നമ്മൾ ഇംഗ്ലീഷ് കൂടുതലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച് സിംഗുലർ ആൻഡ് പ്ലൂറൽ പഠിച്ച് അത് തന്നെ മനസ്സിൽ വരും. ഓക്കെ, പുസ്തകം എന്നുള്ളത് എന്താണ്? സിംഗിൾ ആയിട്ട് കൊടുത്താൽ മതി അല്ലേ, അല്ലാണ്ട് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ടൊന്നും കൊടുക്കാൻ പാടില്ല. കണ്ടോ, ഇവിടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ കണ്ടോ, വേണ്ട അല്ലെ. ഓരോരുത്തർക്കും പ്രത്യേകമായി പുസ്തകങ്ങൾ ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. പുസ്തകം കൊടുത്താൽ മതി, പുസ്തകങ്ങൾ എന്ന് അവിടെ വേണ്ട കേട്ടോ. ഇവിടെ പിന്നെ എന്തിനാണ്? കണ്ടോ, ഇവിടെ അതേ നോക്കൂ, പ്രത്യേകമായി, പ്രത്യേകമായി, പ്രത്യേകിച്ച്, ഇതൊക്കെ എന്താണ്? റിപ്പീറ്റേഷൻ വാക്കുകളാണ്. ഓരോരുത്തർക്കെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പ്രത്യേകമായിട്ടൊന്നും വേണം, വാക്ക് വേണ്ട, അതൊക്കെ റിപ്പീറ്റേഷൻ ആണ്. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. നിധ്വാനം എന്ന പദത്തിന്റെ അർത്ഥം, നിധ്വാനം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നോക്കണം കേട്ടോ, 92/25 CP ആണേ. നിധ്വാനം എന്ന പദത്തിന്റെ അർത്ഥം ബി ആണ് കേട്ടോ, ശബ്ദമാണ്. നിധ്വാനം, നിധ്വാനം, നിധ്വാനം ശബ്ദം, നിധ്വാനം ശബ്ദം. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ, ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. എരുതിയിൽ എണ്ണ ഒഴിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപം അല്ലാത്തത്. മക്കൾ, മക്കളാണ് അല്ലെ, മക്കൾ ഒന്നിലധികം പേരുണ്ട് അല്ലെ, ബഹുവചന രൂപം അല്ലാത്തതാണ് ചോദിക്കുക. ആണുങ്ങൾ, ഒന്നിലധികം ആണുങ്ങളുണ്ട്. അമ്മമാർ, ഒന്നിലധികം അമ്മമാരുണ്ട്. പക്ഷെ പെങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു പെൺകുട്ടി, നമുക്കൊരു സിസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മളവരെ പെങ്ങൾ എന്നാണ് പറയുക അല്ലെ. രണ്ടുപേരെയാണ് അല്ലെ, ഒരാളുണ്ടെങ്കിലും അവരെ പെങ്ങൾ എന്ന് പറയും. ജഗൻ മനസ്സ് പിരിച്ചെഴുതുക. ജഗൻ മനസ്സ് പിരിച്ചെഴുതുമ്പോൾ ജഗത് പ്ലസ് മനസ്സാണ് കേട്ടോ. ജഗത്താണ്, ജഗത്, ജഗത്നാഥൻ, ജഗത് അല്ലെ, ജഗത് പ്ലസ് മനസ്. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം. ആലത്തൂർ കാക്ക എന്ന ശൈലി ആശിച്ച് കാലം കഴിക്കുന്നവൻ, ആശിച്ച് കാലം കഴിക്കുന്നവൻ. അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 72/25 ആണ്. ഡിഗ്രി ലെവൽ എക്സാം ആണ് കേട്ടോ. പ്രിലിമിനറിയില് SI of പോലീസ്, RFO, എക്സൈസ് ഇൻസ്പെക്ടറിന്റെ എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ്? ശുപാർശ, ശുപാർശ, ശുപാർശ. ഏതൊക്കെ എങ്ങനെ പറയാ?
ശിപാർശയാണ് കേട്ടോ. പറയുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്നത് അങ്ങനെ പറഞ്ഞ് തന്നെ പഠിക്കുക കേട്ടോ. ശിപാർശ. എന്തെങ്കിലും ബുക്ക് വായിക്കുമ്പോഴും ബുക്കുകളൊക്കെ ചിലപ്പോൾ ശുപാർശ എന്ന് കാണും. നിങ്ങൾ അപ്പം തിരുത്തണം, ഇത് ശുപാർശയല്ല, ശിപാർശ. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിന്റെ ഉചിതമായ മലയാളം. ടു ലുക്ക് ബ്ലൂ, നീല കളറിന്റെ കാര്യമല്ല അവിടെ പറയുന്നത് അല്ലേ. ടു ലുക്ക് ബ്ലൂ. സി ആണ് കേട്ടോ, വിഷണ്ണനായിരിക്കുക, വിഷണ്ണനായിരിക്കുക. സർവം ആത്മാവായി കരുതുന്നവൻ, സർവം ആത്മാവായി കരുതുന്നവൻ ആത്മയാജി, സർവം ആത്മാവായി കരുതുന്നവൻ ആത്മയാജി. മുഖ്യം എന്ന പദത്തിന്റെ വിപരീതം മുഖ്യം. ഗൗണമാണ് കേട്ടോ മുഖ്യത്തിന്റെ വിപരീത പദം. ഗൗണം. മുഖ്യം ഗൗണം. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല്. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ. കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. കറ്റയും തലയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കളം ചെത്തരുത്. കറ്റ അവിടെ കൊണ്ട് ഇട്ടിട്ട് കളം ചെത്താൻ നിൽക്കുക. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ബി ആണേ. ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് അല്ലേ. ഇവിടെ ഏകദേശം എന്ന് പറഞ്ഞു, പിന്നെ ഇവിടെ 300ഓളം. എന്തിനാ 300ഓളം അല്ലേ, അതിന്റെ ആവശ്യമില്ല. 300ഓളം പേരെങ്കിലും അല്ലെ, 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നെങ്കിലും മതി. ഇവിടെ ഏകദേശം 300ഓളം എന്ന് ആവശ്യമില്ല. കണ്ടോ, ഇവിടെ നോക്കൂ, ഏകദേശം തന്നു, ഇവിടെ 300 പേർ കറക്റ്റ് തന്നു. ഇവിടെ 300ഓളം. ഏകദേശം, ഓളവും ഏകദേശവും ഒക്കെ എന്താണ്, സെയിം മീനിങ് ആണ് കേട്ടോ. പാമ്പ് എന്ന പദത്തിന്റെ പര്യായം. പാമ്പ് തന്നിട്ടുള്ളതിൽ പാമ്പ് ഏതാ? ഞാൻ ഇതുവരെ ഈ പാമ്പിനെ കണ്ടിട്ടില്ല കേട്ടോ. സി ആണ് കേട്ടോ. വിലേശയം എന്ന ഒരു പാമ്പുണ്ട്. നമ്മൾ സാധാരണ ആണലി, രാജവെമ്പാല, മൂർഖൻ, ചേര അല്ലെ, അങ്ങനെ പല പാമ്പുകളിലും പറയും. അപ്പൊ ഇനി എന്ത് പഠിക്കണം എന്നറിയോ, വിലേശയം എന്നൊരു പാമ്പും ഉണ്ടെന്ന് കണക്കാക്കുക കേട്ടോ. നമ്മൾ രാജവെമ്പാല, അണലിക്ക് പകരമൊക്കെ വിലേശയം എന്ന് പറഞ്ഞൊരു പാമ്പും ഉണ്ട് കേട്ടോ. വിലേശയം പാമ്പ്. വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ, വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ വെളു പ്ലസ് മ ട്ടോ. വെളു പ്ലസ് മ, വെണ്മ. വാരണ വ്യാള ബല്ലുക വിഘാതികൾ മനുഷ്യഭോജികളായുള്ള രാക്ഷസർ. ഈ ബല്ലുക കണ്ണടിവരിയിട്ട അതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്, കരടിയാണ്. ദിക് പ്ലസ് നാഗൻ എന്ന പദം ചേർത്തെഴുതിയാൽ, ദിക് പ്ലസ് നാഗൻ എന്ന പദം ചേർത്തെഴുതിയാൽ ദിഗ്നാഗനാണ് കേട്ടോ. ദിഗ്നാഗൻ. കാ പോയിട്ട് എന്തായി, ട്ടോ. ദിഗ്നാഗൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 88/2025 വുമൺ പോലീസ് കോൺസ്റ്റബിളിന്റെ എക്സാം ആണ്. പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം. പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം പ്രേക്ഷക. പ്രേക്ഷക ട്ടോ. പ്രേക്ഷക, പ്രേക്ഷകൻ, പ്രേക്ഷക. ഓക്കെ, പ്രേക്ഷക സ്ത്രീലിംഗം. അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി, പ്രേക്ഷകൻ. ഓക്കെ, പ്രേക്ഷകൻ ഇൻ എന്ന് മാത്രം ഇട്ടാൽ എന്തായി, പുരുഷനാമമായി കേട്ടോ. അപ്പോൾ പ്രേക്ഷകൻ, പ്രേക്ഷക. പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്, പ്രേക്ഷക. നിഷ്ഫല യത്നം എന്ന അർത്ഥം വരുന്ന ശൈലി. നിഷ്ഫല യത്നം അല്ലെ, യത്നം അതായത് നിഷ്ഫലമാകുക അല്ലെ, പ്രയത്നത്തിന് നിഷ്ഫലമാകുക. ഏതാണ്, കാകദന്ത ഗവേഷണം കേട്ടോ. കാകദന്ത കുറച്ച് നല്ല ടൈറ്റ് ആണ് അല്ലേ മലയാളത്തിന്റെ. കാകദന്ത ഗവേഷണം. നിഷ്ഫല യത്നം എന്ന അർത്ഥം വരുന്ന ശൈലി കാകദന്ത ഗവേഷണം. നിരാമയം എന്ന പദത്തിന്റെ പിരിച്ചെഴുത്ത്. നിരാമയത്തിനെ പിരിച്ചെഴുതാനാണ് നിർ പ്ലസ് ആമയം, നിരാമയം. നിർ പ്ലസ് ആമയം ട്ടോ. നിർ പ്ലസ് ആമയം, നിരാമയം. നിർ പ്ലസ് ആമയം. സമത എന്ന വാക്കിന്റെ സമാനാർത്ഥത്തിലുള്ള പദം. സമത പര്യായപദമാണേ. ബി ആണ്. സമത, തുല്യത. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം. വ്യാഴവട്ടം അല്ലെ. 12 വർഷക്കാലം, വ്യാഴവട്ടം. താഴെ കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം, അതായത് ഇരട്ടിപ്പ്, അതായത് ഡബിൾ ബഹുവചന രൂപം കാണിക്കുന്നതേ ബഹുത്വ സൂചന നൽകുന്നത്.
സി ആണ് കേട്ടോ. ചൊന്നവർ ആണ് ബഹുത്വ സൂചന. സ്വാമികളൊക്കെ എന്താണ്? പൂജക ബഹുവചനത്തില് ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദമാണ് സ്വാമികൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ചൊന്നവർ ആണ് ബഹുത്വ സൂചന നൽകുന്നത്. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. ഏതാ ഇതിൽ അഷ്ടമുഷ്ടി കറക്റ്റ് ആയിട്ടുള്ള പദം ഏതാ? അക്ഷരത്തെറ്റില്ലാതെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ആണ് കേട്ടോ. അഷ്ടമുഷ്ടി. അഷ്ട ഇവിടെയും ഷ്ട ഇവിടെയും ഷ്ട അല്ലെ? അഷ്ടമുഷ്ടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ഈ വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? പാലോട് ചേർന്ന വെള്ളവും പാലാകും. എന്താണ്? പാലോട് ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് എന്നതിന്റെ പരിഭാഷാപദം. പ്രിമിറ്റീവ് പ്രാകൃതമായ കേട്ടോ. പ്രിമിറ്റീവ് പ്രാകൃതമായ. താഴെ കൊടുത്തവയിൽ കാട് എന്ന പദത്തിന്റെ പര്യായ പദക്കൂട്ടം. കാട് വരുന്നത് സി ആണ്. കാനനം, ഗഹനം, വിപിനം. കാട് എന്ന പദത്തിന്റെ പര്യായ പദക്കൂട്ടം ഏതാണ്? കാനനം, ഗഹനം, വിപിനം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ മനഃപൂർവ്വം തെറ്റിച്ചിട്ട് നിങ്ങൾ തെറ്റടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല. എന്തെങ്കിലും ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വരാം, ക്ഷമിക്കണം. താഴെ നിങ്ങളത് കമന്റ് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ. ഞാനത് പിന്നെ ഇത് വെക്കാവേ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതേതാ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എക്സാമിന് ലാബ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 68/25 അല്ലെ? മുട്ടോളം പണി തന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് അറിയില്ല. PSC കുറെ പേര് പഠിച്ചിട്ട് എക്സാം എഴുതുന്നുണ്ട്. അവർക്കിട്ട് നല്ല പണി PSCയും കൊടുക്കുന്നുണ്ട്. തെറ്റുള്ളതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസർ അല്ലേ, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയൊക്കെ കറക്റ്റ് നമ്മൾ ഇതുവരെ ചെയ്തിട്ട് ശരി കോഴിക്കോട് വരെ മാറ്റിയിട്ടുണ്ട്. എങ്കിലും അതിൽ ആൻസർ ഉണ്ട്. എന്നിട്ട് മുകളിൽ കൊടുത്തവയല്ല എന്നുള്ളത് ആൻസറിന് എന്തൊക്കെയാണ് ചെയ്യില്ല. ഓരോ മാർക്കും പോകുമ്പോൾ നമ്മുടെ സാധ്യതകളില്ലേ, നിങ്ങൾ ഓരോരുത്തരുടെ സാധ്യതകളെ ഇല്ലാതാക്കുകയാണ്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുമ്പോൾ നന്നായിട്ട് പഴുതടച്ചിട്ട് പഠിക്കുക. പിന്നെ ഇത് വരുന്നതിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക അല്ലെ? PSC എന്ത് ചെയ്തു? ഇവിടെ അപരാധി ശരിയുണ്ട് അല്ലെ? അപരാധി ശരിയാണ്. ഇവിടെ അതിഥി അല്ലെ? അതിഥിയും ശരിയാണ്. രണ്ടും ശരിയാണ്. അപ്പൊ ശരിക്കും ക്വസ്റ്റ്യൻ ഡിലീഷൻ കൊടുക്കേണ്ടതാണ്. പക്ഷെ ആൻസർ അതിഥി എന്നാണ് PSC ഇട്ടത്. അപരാധി എന്നുള്ളത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അനു ഇവിടെ എന്താ? അനുഗ്രഹമാണ് കേട്ടോ. അനുഗ്രഹം. ഇവിടെ നമ്മൾ അങ്ങനെയില്ല, അങ്ങനെ അശ്ലേഷം ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. ഈ ഷായല്ല വേണ്ടത്. ഇപ്പൊ എങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. ഭൂമിയുടെ പര്യായപദം അല്ലാത്തത് ഏതാണ്? ഭൂമിയുടെ പര്യായപദം അല്ലാത്തത് സി ആണ് കേട്ടോ. ജനനിയാണ്. ജനനി അല്ല ഭൂമിയുടെ പര്യായപദം. ഭൂമിയുടെ പര്യായപദങ്ങളാണ് മേദിനി, അവനി, ധരണി. അങ്കുശം എന്ന പദത്തിന്റെ വിപരീതം. അങ്കുശം നിരങ്കുശമാണ് കേട്ടോ. അങ്കുശം നിരങ്കുശം. കൺ പ്ലസ് നീർ. കൺ പ്ലസ് നീർ കണ്ണീർ. ശരിയായ വാക്യം ഏതാണ്? തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള വാക്യം ഡി ആണ്. മുതിർന്നവരെ നാം ബഹുമാനിക്കണം. മുതിർന്നവരെ നാം ബഹുമാനിക്കണം. ഇവിടെ രാമനും കൃഷ്ണനോ അല്ല, രാമനും കൃഷ്ണനും എന്ന് വരണം. ഓരോ ആളുകളും ഓരോ എന്ന് തന്നിട്ടുണ്ട്. ഓരോരുത്തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ ആളുകളും വേണ്ട അല്ലേ? മറ്റ് അത് വേണ്ട. ഗദ്യന്തരമില്ലാതെ ഇതൊക്കെ റിപ്പീറ്റേഷൻ ആണ്. പ്രത്യുപകാരം പിരിച്ചെഴുതുക. പ്രത്യുപകാരം പിരിച്ചെഴുതുക. പ്രതി പ്ലസ് ഉപകാരം. എങ്ങനെയാണ്? പ്രതി അല്ലെ? പ്രതി എഴുതി എന്നിട്ട് പ്രതി ഉപകാരം പ്രത്യുപകാരം. ആസ് ദ സീഡ് സോ ദ പ്രൗഡ്. താഴെ കൊടുത്തിട്ടുള്ള സമാന പരിഭാഷ. ഈശ്വര ക്വസ്റ്റ്യൻ ഒക്കെ അല്ലേ? ആൻസറേ അങ്ങോട്ട് മാറ്റി. വിത്ത് ഗുണം 10 ഗുണം എന്നാണ് കറക്റ്റ് ആൻസർ. പക്ഷെ ഇവിടെ വിതച്ചതേ കൊയ്യൂ എന്നാണ് PSC ആൻസർ കൊടുത്തത് കേട്ടോ. വിതച്ചതേ കൊയ്യൂ എന്ന ആൻസർ കൊടുത്തു. ഈ പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏതാണ്? കവി, കവി, കവയിത്രി അല്ലേ? നമ്മൾ എങ്ങനെ കണക്കാക്കും? യാവള്ളി താവള്ളി അല്ലേ? യാവള്ളി താവള്ളി കവയിത്രി. താഴെ കൊടുത്തവയിൽ അല്ലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏതാണ്?
അതായത് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ലിംഗം തിരിച്ചറിയാൻ കഴിയാത്ത പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് സി ആണ്. ആൺകുട്ടികൾ. ആൺകുട്ടികൾ. ഇവിടെ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് സല്ലിംഗ ബഹുവചനമാണ്, സല്ലിംഗമാണ്. ഇവിടെ ആണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, ലിംഗം. മക്കൾ, ആണും പെണ്ണും ഉണ്ടാവും, പക്ഷെ ഏതാണെന്ന് അറിയണ്ടോ? ഇല്ല. ഇതെന്താ? അല്ലിംഗമാണ് അല്ലേ? അല്ലിംഗമാണ്. ജനങ്ങൾ, ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും, അതും അല്ലിംഗമാണ്. തൊഴിലാളികൾ, ആണും ഉണ്ടാകും പെണ്ണും ഉണ്ടാകും, അതും അല്ലിംഗമാണ്. അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം ജിജ്ഞാസ. നെക്സ്റ്റ് 84/25 വുമൺ ഫയർമാൻ ഗ്രേഡിന്റെയും വുമൺ റെസ്ക്യൂ ഓഫീസറിന്റെ ഒക്കെ എക്സാമിന്റെ ആണ്. ശരിയായ പദം ഇവിടെ അനാച്ഛാദനം തന്നിട്ടുണ്ട്. ആച്ഛാദനം, ആച്ഛാദനം, ആച്ഛാദനം ഒക്കെ തന്നിട്ടുണ്ട്. ഏതാണ് ഇവിടെ ആച്ഛാദനം? കറക്റ്റ് ബി ആണ് കേട്ടോ. ആച്ഛാദനം, ആച്ഛാദനം കേട്ടോ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദം. കുതിര എന്ന അർത്ഥം വരാത്ത പദം സി ആണ് കേട്ടോ. അശ്മകമാണ് കേട്ടോ. അശ്മകം കുതിരയ്ക്ക് പര്യായ പദം അല്ല. അപ്പോ കുതിരയുടെ പര്യായ പദങ്ങൾ പഠിക്കണ്ടേ? അർവാവ്. ഈശ്വര, കുതിര ഇങ്ങനെയുണ്ടോ? അർവാവ് കുതിരയാണ്. കിങ്കിരം കുതിരയാണ്. സപ്തി കുതിരയാണ്. പഠിച്ചു വെക്കണേ. അശ്മകം കുതിരയല്ല കേട്ടോ. അർവാവ് കുതിര, അർവാവ് കുതിര, കിങ്കിരം കുതിര, സപ്തി കുതിര. ചുവപ്പ് എന്നതിന് സമാനമായ പദം. അടുത്തത് ചുവപ്പ്. എന്താണ്? ലോഹിതം. ചുവപ്പാണ്. ലോഹിതം. ശോണിമ അല്ലെ? ലോഹിതം, ചുവപ്പ്. താമസം എന്നതിന്റെ നാനാർത്ഥങ്ങൾ. താമസത്തിന്റെ പര്യായ പദ്യങ്ങൾ. താമസം. താമസം എന്ന് പറയുമ്പോൾ റൂമെടുത്ത് താമസിക്കുന്നതല്ല ഇവിടെ പറയുന്നത്. എ ആണ് കേട്ടോ. പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം എന്നതിന്റെ നാനാർത്ഥങ്ങൾ. മൂങ്ങയ്ക്ക് താമസം എന്ന് പറയാം, പാമ്പിന് താമസം എന്ന് പറയാം, ഇരുട്ട്, തമോ ഗുണം. എതിർലിംഗം എഴുതുക. വിധവ അല്ലെ? സ്ത്രീകൾ, പുരുഷന്മാർ മരിച്ചാൽ സ്ത്രീകളെ വിധവ എന്ന് പറയും. എങ്കിൽ ഭാര്യമാര് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ എന്താ പറയാ? വിധുരൻ അല്ലെ? വിധുരൻ. അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ? സമാനാർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ? കാട്ടുകോഴിക്കുണ്ടോ? മകരസംക്രാന്തി. കാപ്പുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം. കാപ്പുകെട്ടുക. ബി ആണ്. ഒരുങ്ങുക കേട്ടോ. കാപ്പുകെട്ടുക, ഒരുങ്ങുക. വെണ്മ പിരിച്ചെഴുതുക. വെണ്മ പിരിച്ചെഴുതുക. വെൾ പ്ലസ് മ, വെണ്മ. ഒറ്റപ്പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത്. സുഖരം. എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുഖരം. അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. ഇത് തന്നിട്ടുണ്ട്. കൂട്ടായിട്ട് വായിച്ചിട്ട് നമ്മൾ ഓർഡറായിട്ട് ചെയ്യണം. എ ആണ് കേട്ടോ. ഫസ്റ്റ് എന്ത് വരണം? 2 വരണം. ദാരിദ്ര്യത്തിൽ, ശ്രദ്ധിക്കണേ, ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന, ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കരകയറാൻ കഴിയുകയുള്ളൂ. ഓക്കെ. ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ പിന്നെ ഏതാ വരുന്നത്? അധ്വാനം കൊണ്ടേ അല്ലെ? കൂട്ടായ അധ്വാനം കൊണ്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കരകയറാൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ് വൺ 83/25 ക്വസ്റ്റ്യൻ പേപ്പർ. സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ട്ടോ. ഹൃദം എന്ന വാക്കിന് സമാന പദം കണ്ടെത്തുക. ഹൃദം എന്ന വാക്കിന് സമാന പദം കണ്ടെത്തുക. സി ആണ് കേട്ടോ. കയമാണ്. ഹൃദം, കയം. താഴെ പറഞ്ഞവയിൽ ശരിയായ രൂപമാണ്. എ ആണ് കേട്ടോ. ഉപോദ്ബലകം. ദായാണ്. ഉപോദ്ബലകം. അടുത്തത് കോൺസലേഷൻ എന്ന പദത്തിന്റെ കൃത്യമായ വിവർത്തനം. കോൺസലേഷൻ.
അനുരഞ്ജനമാണ്. അനുരഞ്ജനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. സി ആണ്. ആശാന്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ്. ആശാന്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ്. ആശയങ്ങളാൽ ആശാന്റെ ഒന്നും വരില്ല അല്ലെ. ആശയങ്ങളാൽ സമ്പുഷ്ടം അങ്ങനെ വരാൻ പാടില്ല. ആരാണോ അവിടെ മുഖ്യ സബ്ജക്റ്റ് അതിന് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കണം. മാടമ്പി എന്നതിന്റെ എതിർലിംഗം മാടമ്പി. കെട്ടിലമ്മ കേട്ടോ. മാടമ്പി കെട്ടിലമ്മ. ആപത്തിലെ ധൈര്യം എന്നർത്ഥമുള്ള ശരിയായ പദം. ആപത്തിലെ ധൈര്യം. വിപതി ധൈര്യം. വിപതി ധൈര്യം. ഇതായെന്നെയാണ് ആപത്തിലെ ധൈര്യം എന്നർത്ഥത്തിനുള്ള ശരിയായ പദം വിപതി ധൈര്യം. ഒന്നിനെയും വകവെക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി. ഒന്നിനെയും വകവെക്കാത്തവൻ. പാഷാണത്തിൽ കൃമി. വെണ്മ എന്ന പദം പിരിച്ചത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ലേ നമ്മളെ വെണ്മ. സീലെ വെളു പ്ലസ് മ. നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് ഏതാണ്? നിഴൽ യുദ്ധത്തിനെ വിപുലീകരിക്കുക. ബി ആണ്. നിഴലിനോടുള്ള യുദ്ധം. കൗമുദി ജ്യോത്സ്ന എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ. കൗമുദി, ജ്യോത്സ്ന, നിലാവ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 79/25 LD ക്ലർക്കിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാം ആണ്. അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുള്. അജഗര ന്യായം എന്ന ശൈലി. സി ആണ്. ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തത്. കറക്റ്റ് പദങ്ങൾ. ആവർത്തന വിരസത ഇല്ലാത്ത പദം. ഡി ആണ്. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയായ പദം എടുത്തെഴുതുക. സ്വൈര്യം. സ്വൈര്യം. എങ്ങനെ ചെയ്തും? എ ആണ് കേട്ടോ. ഇതാണ് സ്വൈര്യത്തിന്റെ കറക്റ്റ്. സ്വൈര്യം എന്നാ പറയുക. നമ്മൾ സ്വൈര്യം സ്വൈര്യം എന്ന് പറയും അല്ലേ. സ്വൈര്യം കേട്ടോ. രം ആണ്. രം ആണ്. രം 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 രം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം. ആ പ്ലസ് ഇടം. ആ പ്ലസ് ഇടം. അവിടം. അവിടം തന്നിട്ടുണ്ട്. പിന്നെ അവിടം തന്നിട്ട് പിരിച്ചെഴുതാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ പ്ലസ് ഇടം. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം. കം ഇൻ ഹാൻഡി. കം ഇൻ ഹാൻഡി. തക്ക സമയത്ത് പ്രയോജനപ്പെടുക കേട്ടോ. തക്ക സമയത്ത് പ്രയോജനപ്പെടുക. പിരിച്ചെഴുതുക. വിൺതലം. പിരിച്ചെഴുതുക. വിൺ പ്ലസ് തലം. വിൺതലം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. കന്ദരം തന്നിട്ടുണ്ട്. കന്ധാരം തന്നിട്ടുണ്ട്. കന്ദരം നമുക്കറിയാം ഗുഹ അല്ലേ. കന്ദരം ഗുഹ അല്ലേ. കന്ദരം ഗുഹ. അപ്പൊ കന്ധാരം പേരാൽ. വിപരീത പദം ഉത്കർഷം. ഉത്കർഷം. അപകർഷം. ഉത്കർഷം. അപകർഷം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പര്യായം. ആരാമം. ആരാമം പൂന്തോട്ടം അല്ലേ. പൂന്തോട്ടം അല്ലേ. ആരാമം പൂന്തോട്ടം. ഉദ്യാനം. അയണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം. വിപരീതാർത്ഥ പ്രയോഗം കേട്ടോ. വിപരീതാർത്ഥ പ്രയോഗം. 65/25 KS എക്സാമിന്റെ ആണ് മക്കളെ. ഇംഗ്ലീഷിന്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിന്റെ 2025 2 ക്ലാസ് ആയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് വന്നിട്ട് മിനിങ്ങാന്ന് ഇട്ട ക്ലാസ് ആണ്. അതിൽ ഏകദേശം കുറേ 2025 ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ അതിലിട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ക്ലാസ്സും കൂടി ഇട്ടാലാണ് 2025 മുഴുവൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കഴിയുള്ളൂ. അത് കുറച്ചേ വരുള്ളൂ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കഴിയാറായിട്ടുണ്ട്. അതിൽ കുറച്ചേ ഉള്ളൂ. രണ്ടാമത്തെ ക്ലാസ്സിന്റെ അത്രയും വരില്ല അതിൽ. അപ്പോൾ അതോടുകൂടി 2025 കംപ്ലീറ്റ് ആയി. എക്സാമിന് പോകും മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. ഇംഗ്ലീഷും മലയാളവും 100% ഞാൻ പറയുന്നു 20 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തിട്ട് വരാനായിട്ട് പറ്റും. ഓക്കെ. 20 മാർക്ക് സേഫ് ആണ് ഇപ്പൊ തന്നെ കയ്യിൽ കേട്ടോ. വസന്തർത്തു എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. വസന്തർത്തു. KS എക്സാമിന്റെ ആണ്. അതുകൊണ്ട് പേടിക്കണ്ട. ബി ആണ് കേട്ടോ. വസന്ത പ്ലസ് ഋതു. വസന്തർത്തു. വസന്ത പ്ലസ് നമ്മളൊക്കെ ആണെങ്കിൽ അർത്തു എന്ന് എഴുതി വെക്കില്ലേ. വസന്ത പ്ലസ് അർത്തു. വസന്തർത്തു എന്ന് എഴുതും. വസന്ത പ്ലസ് ഋതു. ഋതു. വസന്തർത്തു. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം. സി ആണ്. നോക്കി നോക്കി. ഓക്കെ. സമൃദ്ധി എന്ന പദം പിരിച്ചെഴുതുക. സമൃദ്ധി പിരിച്ചെഴുതുക. ഡി ആണ്. സം പ്ലസ് ഋദ്ധി. സം പ്ലസ് ഋദ്ധി സമൃദ്ധി. ചുവടെ ചേർക്കുന്നവയിൽ തെറ്റായ പ്രയോഗം. സി ആണ്. വറുത്ത ചക്ക. വറുത്ത ചക്ക എന്ന് പറയുന്നത് ഇല്ലേ. വറുത്ത ചക്ക എന്നായി. അപ്പോ ഇത് വായിക്കുമ്പോൾ വറുത്ത ചക്ക എന്നായി. അപ്പൊ വറുത്ത ചക്ക എന്ന് മതി. ഇനി നോക്കൂ. പഴുത്ത ചക്ക, പച്ചച്ചക്ക,
കൈതച്ചക്ക അല്ലെ, ഇത് വറുത്തച്ചക്ക എന്നായി. കാറ്റ് എന്നർത്ഥം വരാത്ത പദം ഇതാണ്. കാറ്റ് എന്നർത്ഥം വരാത്ത പദം അനലനാണ് അല്ലെ. അനലൻ എന്താണ്? തീയാണ് അല്ലെ, തീയാണ്. അനിലൻ കാറ്റ്, പവനൻ കാറ്റ്, സദാഗതി കാറ്റ്. വേറിട്ട പദജോടി ഏത്? എ ആണ്. ഓക്കെ. കടക്കൽ കടയ്ക്കൽ, വിലക്ക് വിലക്കട, വടക്ക് വടക്ക്. തെറ്റായ പദം ബി ആണ്. പ്രദക്ഷിണമല്ല പ്രദക്ഷിണമാണ് കേട്ടോ. ദ എന്ന് മാത്രം മതി കേട്ടോ. ദ പ്രദക്ഷിണം, ക്ഷ കഴിഞ്ഞിട്ട് വള്ളിയിടുക കേട്ടോ. ദ പ്രദക്ഷിണം എന്ന് മതി കേട്ടോ. ചെലവ് കണ്ടോ, ചെലവ്. നമ്മളൊക്കെ ചിലവ് ചിലവ് പറയും, ചിലവല്ല ചെലവ് തന്നെയാണ്. പ്രവൃത്തി, ചെമപ്പ്, ചുവപ്പ് എന്ന് പറയും നമ്മളെപ്പോഴും ചുവപ്പ് കളർ അല്ല, ചെമപ്പ്, ചെലവ്, പ്രവൃത്തി. ശരിയായ പ്രയോഗം എ ആണ്. ദൈനംദിനാവശ്യം കേട്ടോ, ദൈനംദിനാവശ്യം. അടുത്തത് 65/25. അതെ, സോറി, KSന്റെ എക്സാമിന്റെ തന്നെയാണ് കേട്ടോ. ഇനി സോറി, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണ്ടപ്പോ, കാരണം അതിൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടല്ലോ. ശരിയായ പദം ഏത്? അടുത്തത് നോക്കണേ. പീഡനം തന്നിട്ടുണ്ട്, ഹാർദവം തന്നിട്ടുണ്ട്. ഹാർദവം നമുക്കറിയാം, ഹാർദവമാണോ പറയാ? അല്ല അല്ലെ, ഹാർദം എന്ന് പറയണം അല്ലേ. ഏതാ വരിക? ഡി ആണ് കേട്ടോ. ഇത് തെറ്റാണ്. യാദൃച്ഛികം അല്ല. ശരിയായ പദം ഏതെന്ന് ചോദിച്ചാൽ സോറി, യാദൃച്ഛികമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അത് ഈ യാദൃച്ഛികം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. അച്ഛനെ യാദൃച്ഛികമായി കണ്ടു എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മുൻപ് 2024 വർക്കൗട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ യാദൃച്ഛികമായി കണ്ടു. അപ്പൊ അച്ഛനിലെ ചായയാണ് യാദൃച്ഛികത്തിലെ ചായയും കേട്ടോ. ഇനി ഹാർദവം അല്ലേ, ഹാർദവമല്ല ഹാർദം എന്ന് മാത്രം മതി അല്ലേ. ഇനി പീഡനത്തിന് കുനിപ്പ് വേണ്ട. ഒരു അല്ലേ, പീഡനം എന്ന് പറയുമ്പോൾ തന്നെ കഴുത്ത പീഡനമാണ്. അപ്പൊ ഈ ഡയക്കിന് ഇവിടെ ഒരു കുനിപ്പൊന്നും വേണ്ട. അടിമത്വമല്ല ത്വം, അടിമത്തം. ചുവടെ ചേർക്കുന്നവയിൽ പരകീയമല്ലാത്ത മലയാള പദം. പരകീയം അല്ലാത്ത മലയാള പദം ഡി ആണ്, കടല് കേട്ടോ. പരകീയം. ഭൂമിയെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന പദം ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. കില്ലില്ലയെ ഭ്രമരവര്യനെ നീ വരിച്ചതല്ലെങ്കിലും ശലഭമേനിയെ മാനിയാതെ. ഈ വരികളിൽ വണ്ട് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഭ്രമരം. 82 ഡിയിലെ ഭ്രമരം വണ്ടാണ് അല്ലെ, ഭ്രമരം വണ്ട്. പുരോഗതി എന്ന പദത്തിന്റെ ഏറ്റവും അനുയോജ്യമായ വിപരീതം? പുരോഗതി പശ്ചാത്ഗതി. പുരോഗതി പശ്ചാത്ഗതി. അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥം വരുന്ന പദം? ജനനം മുതൽ മരണം വരെ, ആജീവനാന്തം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം? വിദുഷി. വിദ്വാന്റെ സ്ത്രീലിംഗം വിദ്വാൻ പുരുഷനാമമാണ്, പുരുഷലിംഗമാണ്. വിദുഷി സ്ത്രീലിംഗം. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ബഹുവചന അർത്ഥമില്ലാത്ത പദം. ബഹുവചന അർത്ഥമില്ലാത്ത പദം, ബഹുവചന അർത്ഥമില്ലാത്തതേത്? സി ആണ്, അവർകൾ. ഓക്കെ, അവർകൾ. നമ്മൾ എന്താണ് അതിനെ ഒരാളെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കില്ലേ, അവർകൾ എന്ന് പറഞ്ഞിട്ട്. പുലികൾ പറയുമ്പോൾ ഒന്നിലധികം പുലിയായില്ലേ. ജലം എന്നർത്ഥം വരുന്ന പദം? ജലം. എ ആണ് കേട്ടോ, വനം. നമ്മൾ എന്തായാലും അല്ലേ, നിങ്ങൾ എഴുതുവോ എനിക്കറിയില്ല. വനം എന്ന് പറയുമ്പോൾ ജലം എഴുതുവോ? ജലം എന്നർത്ഥം വരുന്ന പദം വനം. വനം കാടല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അടുത്തത്, ആധുനികതയ്ക്ക് ശേഷം അതിന്റെ തന്നെ പ്രവണതകളെ നിലനിർത്തിക്കൊണ്ട് ഉത്തരാധുനികമായത് കണ്ടെത്താൻ ശ്രമിക്കുന്ന സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികൾ തുറന്നിട്ട പരിഷ്കാര നടപടികൾ എന്നും പ്രസക്തമാണ്. ഈ വാക്യത്തിലെ പ്രധാനപ്പെട്ട ആശയം എന്താണ്? ഡി ആണ് കേട്ടോ. സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികളുടെ പരിഷ്കാര നടപടികൾ പ്രസക്തമാണ്. ഓക്കെ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യം വിഗ്രഹിക്കൂ.
ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം. നായരോടൊപ്പം ഉണർന്നു ഞാൻ. ഈ വരികളിലെ നായർ എന്ന പദത്തിനർത്ഥം നായർ. സൂര്യൻ. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ശരിയായിട്ടുള്ള വാക്യം ഡി ആണ്. രക്ഷാകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല. രക്ഷാകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല. നോക്കിവിടെ അയാൾ എന്നും ഉണ്ട്. പിന്നെ ഇവിടെ വീണ്ടും പതിവായിട്ട് വേണ്ട അല്ലെ. പിന്നെ പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം, ആകസ്മികവും പെട്ടെന്നും ഒക്കെ എന്താണ് ഒരേ മീനിങ് ആണ് കേട്ടോ. ഇനി മന്ത്രി ഇന്നും ഇന്നലെ, കണ്ടോ ഇന്നും ഇന്നലെ കളക്ടറും, കണ്ടോ മിസ്റ്റേക്ക് വന്നില്ലേ, വാക്കുകൾക്ക് ഒരു ഓർഡർ ഇല്ല അല്ലെ. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിന്റെ സമാനമായിട്ട് ചെയ്യണേ കേട്ടോ. 2024 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ഇത്രയും നേരം നമ്മളിപ്പോൾ സമയം അരമണിക്കൂറായി. അരമണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതിൽ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ 2024 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. നിരാക്ഷേപ പത്രം, നിരാക്ഷേപ പത്രം. അന്യത്ര സേവനം എന്നതിന് സമാനമായി ഇംഗ്ലീഷ് പദം അന്യത്ര സേവനം. ഡെപ്യൂട്ടേഷൻ ആണ്. ഡെപ്യൂട്ടേഷൻ, അന്യത്ര സേവനം. തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ അർത്ഥം കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ്. തീയില്ലാതെ പുകയില്ല എന്ന ശൈലി കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ്. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. കാരണത്തിന്റെ കാര്യവും നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും. Where there is a will, there is a way. ഈ ചൊല്ലിന് സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ല് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ ഭാഗം ഏത്? മലയാളത്തിലെ പ്രശസ്ത കവിയായ കുഞ്ഞിരാമൻ നായരുടെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ചാണ് ആറ്റൂർ രവിവർമ്മ തന്റെ മികച്ച കവിതകളിൽ ഒന്നായ മേഘരൂപൻ എഴുതിയത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മേഘരൂപൻ എഴുതിയത് ആരെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആറ്റൂർ രവിവർമ്മ. ഏതാണ് തന്നിട്ടുള്ളതിൽ വാക്ക് തെറ്റുള്ളത്? ബി ആണ് അല്ലെ. ബി ആണ്. ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് തെറ്റാണ്. ഷഷ്ടി ഈ ഡായാണ് കേട്ടോ. ഷഷ്ടി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാൽ അവനെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഈ വാക്യത്തിന്റെ ശരിയായ വിവർത്തനം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാൽ അവനെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. He is temporarily suspended from work due to dereliction of official duty. Dereliction ആണ് കേട്ടോ. സാമാന്യം എന്ന പദത്തിന്റെ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്. സാമാന്യം എന്ന പദത്തിന്റെ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് വിശേഷം. വിശേഷം. നെക്സ്റ്റ് 60/25 വാട്ടർ അതോറിറ്റിയിലേക്ക് നടന്നിട്ടുള്ള ഒരു എക്സാം ആണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഐക്യകണ്ഠേന. ഡി ആണ് കേട്ടോ. ഇങ്ങനെയാണ്. ഐക്ക എന്ന് മാത്രം മതി കേട്ടോ. ഐക്ക എന്ന് മാത്രം മതി. ഇവിടെ ഇങ്ങനെ ഒരു ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. ഓക്കെ, ഇതിങ്ങനെ മനസ്സിൽ പതിയട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇരുന്നത്. ഐക്ക കണ്ഠേന, അത് വേണ്ട കേട്ടോ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. എ ആണ്. സാമുദായികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ. ഓക്കെ, സാമുദായികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ. താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പിപ്പാസ. പിപ്പാസ 73ാമത്തെ ഏതാ ആൻസർ? ഏതാണ്? എ ആണ് കേട്ടോ. 1ഉം 3ഉം മാത്രമാണ്. പിപ്പാസ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം പിപ്പാസ, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. താഴെ പറഞ്ഞവ ജലത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? ജലത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? സി ആണ് കേട്ടോ. നമ്മൾ സിന്ധു കാണുമ്പോ ആ സിന്ധു നദിയൊക്കെ ഇല്ലേ, എന്നാ സിന്ധു അങ്ങോട്ട് ജലം അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് അങ്ങോട്ട് വെക്കും അല്ലേ? അല്ല അല്ലേ, നമ്മൾ വനം നേരത്തെ പഠിച്ചില്ലേ ജലം, അതുപോലെയായില്ലേ. ഇപ്പോ ഉദകം, ജലം. ജലം ഒരാള് വെള്ളം കുടിക്കാൻ താഴ്ച വരുമ്പോ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉദകം ചെയ്യണം അല്ലേ? ജലം. അപ്പൊ എന്ത് കൊടുക്കണം? ജലം കൊടുക്കണം അല്ലേ? സലിലം, വാരി. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട്. ബി ആണ്. ഏറ്റവും ആധുനികമായ. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഏറ്റവും ആധുനികമായ. വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
ബി ആണ് പുരോഗതി, ഇല്ലായ്മ. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുക. വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് ശക്തി. എല്ലാ പദങ്ങളും ശരിയായ ഗണം തിരഞ്ഞെടുക്കുക. എല്ലാ പദങ്ങളും കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അക്ഷര മിസ്റ്റേക്ക് ഇല്ലാത്ത പദങ്ങൾ. സി ആണ് അനുഗ്രഹീതൻ. ഗീതാ ഗോവിന്ദം എന്നൊന്നും പറയണ്ട കേട്ടോ, ഗീത ഗോവിന്ദം എന്ന് മതി. ഗീത ഗോവിന്ദം. യാദൃച്ഛികം. പിന്നെ ആദ്യക്ഷ്യം. കണ്ടോ, ആദ്യക്ഷ്യം ആയാണ്. കണ്ടോ, ആദ്യക്ഷ്യം. കണ്ടോ, പിന്നെ അച്ഛനെ യാദൃച്ഛികമായി അച്ഛ എന്ന് വരണം അല്ലേ, അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റാം അല്ലേ. പിന്നെ ഗീതാ ഗോവിന്ദം ഒന്നും വേണ്ട, ഗീത ഗോവിന്ദം എന്ന് മതി. അനുഗ്രഹീതനല്ല, അനുഗ്രഹീതനാണ്. അനുഗ്രഹീതനാണ്. അനുഗ്രഹം, അനുഗ്രഹീതനാണ്. അവനൊക്കെ ഭയങ്കര അനുഗ്രഹീതനാണ് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അനുഗ്രഹീതൻ. ഗീത ഗോവിന്ദം. യാദൃച്ഛികം. ആദ്യക്ഷ്യം. ആഗമനം. വിപരീതം ആഗമനം. എന്താ? നിർഗമനം. ആഗമനം, നിർഗമനം. പ്രഭു സ്ത്രീലിംഗം പ്രഭി അല്ലെ, പ്രഭി അല്ലേ, ആണോ? ആണ് അല്ലെ, പ്രഭി. ഒറ്റപദമാക്കുക. സുമിത്രയുടെ പുത്രൻ. എങ്ങനെ പറയാ? സുമിത്രയുടെ പുത്രൻ ബി ആണ് കേട്ടോ, സൗമിത്രി. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. നമ്മള് പുത്രനാണ് അല്ലേ, ആണ് നാമം വരണം. അപ്പൊ സൗമിത്രി പറയുമ്പോ പെണ്ണാണ്. അപ്പൊ ഇവിടെ സുമിത്രനോ അല്ലേ അങ്ങനെയൊക്കെ കൊടുക്കട്ടെ എന്ന് തോന്നും അല്ലെ. ഇവിടെ സുമിത്ര എന്ന് തന്നിട്ടുണ്ട് അല്ലേ, അപ്പൊ നമുക്ക് അങ്ങോട്ട് മാറ്റി വിടാം. സൗമിത്രിയാണ് കേട്ടോ. അത് പെണ്ണിന്റെ പേര് പോലെ തോന്നുമെങ്കിലും സുമിത്രയുടെ പുത്രൻ സൗമിത്രിയാണ്. പര്യായം നോക്ക്, മാവിന്റെ പര്യായ പദം എടുത്തത് മാവ്. ഞാൻ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മയില്ല നിങ്ങൾക്ക്? 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാവിന്റെ പര്യായം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്, പഠിച്ചവർക്ക് അറിയും. ചൂതം, ഓർമ്മയില്ലേ? ചൂതം മാവ്, ചൂതം മാവ്. താഴെ തന്നിരിക്കുന്ന സ്ത്രീലിംഗ പ്രത്യയം, സ്ത്രീലിംഗം. അവൻ ആരാ? ആണിഞ്ഞാണല്ലേ പറയാ, അവൻ അല്ലേ. പിന്നെയോ എന്താണ്? ഒരുത്തി എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ, ഒരുത്തി എന്നൊക്കെ പറയാം അല്ലെ. ഇതൊക്കെ നമ്മൾ കൾ എന്നൊക്കെ പറയുമ്പോൾ അവർകൾ എന്നൊക്കെയല്ലേ നമ്മൾ യൂസ് ചെയ്യുക, അവർകൾ അല്ലേ. അപ്പൊ ഒരുത്തി എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമായില്ലേ. വിപരീത പദം ഗൗരവം. ഗൗരവത്തിന്റെ ഗൗരവം വേണ്ട, സിമ്പിൾ ആയിട്ടിരിക്കുക. അപ്പൊ എന്താ? ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നേരിടാൻ തയ്യാറായാലേ നമുക്ക് വിജയം ഉണ്ടാകുള്ളൂ എന്നാണ് അർത്ഥം. ഏതാണ്? ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 57/25 ആണ്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ എക്സാം ആണ് കേട്ടോ. കേട്ടു, തിരിച്ചെഴുതിക്കേ. കേട്ടു. അല്ലേ, കേൾ പ്ലസ് ടു കേട്ടു. കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? കണ്ണടച്ച് ഇരുട്ടാക്കുക. സി ആണ് സത്യവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക. ആർ എന്ത് ബഹുവചന പ്രത്യയമാണ്? ആർ. ആർ. ഡി ആണ് പൂജക ബഹുവചനം, ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നത് അല്ലെ, ബഹുമാനാർത്ഥം അല്ലെ. വാദ്യാർ അല്ലെ, വാദ്യാർ എന്ന് പറയല്ലേ, വാദ്യാർ എന്ന് പറയാം. എന്താണ്? പൂജക ബഹുവചനത്തിൽ വരുന്നതാണ്. തന്നിരിക്കുന്നവൽ ഗണനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഗണനം ചെയ്യുന്നവൻ, ഡിലീഷൻ. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏതാണ്? ഈ വാക്യത്തിലെ ആഖ്യാതം ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. എ ആണ്, ഓടി എന്നുള്ളതാണ് ആഖ്യാതമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ 56/25 ക്വസ്റ്റ്യൻ, ഡിഗ്രി ലെവൽ എക്സാം പ്രിലിമിനറി. താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷ. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ബി ആണ്, മാനക ഭാഷ കേട്ടോ. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് മാനക ഭാഷ. പ്രേക്ഷകൻ, പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കണ്ടോ, പ്രീവിയസ് പഠിക്കുന്നതിന്റെ
നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, നമ്മളൊക്കെ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, നിങ്ങൾ ഓരോരുത്തരും ഒരു പക്വത വന്നിട്ടുള്ള ഒരു അല്ലേ ഒരു പ്രായം ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയും ഇത് ഞാൻ ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അതാണ് 2024 ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ 2023 എത്ര നമ്മൾ 10-11 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തന്നിട്ടുണ്ട്. 2025 ഫുള്ളും ഒറ്റ ക്ലാസ് ഇതുവരെ ഇട്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് എന്താണ് അവിടുന്ന് ഇവിടുന്ന് വാരി വലിച്ചിടാതെ നിങ്ങളുടെ ഒരു അരമണിക്കൂർ ചെലവാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മാർക്കാക്കി മാറ്റണം, അതേ ഉദ്ദേശമുള്ളൂ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. പ്രേക്ഷകൻ, നമ്മൾ നേരത്തെ പ്രേക്ഷകൻ ഏതാ പഠിച്ച? കൻ, ഇൻ ഇട്ടാൽ ഇൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ? സിയിലെ പ്രേക്ഷക. താക്കോൽ പിരിച്ചെഴുതിക്ക്. ബി ആണ് കേട്ടോ. താഴ് പ്ലസ് കോലാണ് താക്കോല് കേട്ടോ. താ പ്ലസ് കോൽ എന്ന് എഴുതി വെക്കല്ലേ. താഴ് കേട്ടോ. താഴിലല്ലേ നമ്മള് പൂട്ടിലല്ലേ താഴ് പൂട്ട്. എങ്ങനെയാണ് പൂട്ടിന് നമ്മള് ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ താഴ് എന്നല്ലേ പറയാ, താഴ്. അപ്പൊ താഴ് പ്ലസ് കോൽ അതിലല്ലേ താക്കോൽ കൊണ്ടിടുക. താഴ് പ്ലസ് കോൽ താക്കോൽ. താഴെ കൊടുത്തിട്ടുള്ള ശരിയായ പദരൂപം വിദ്യാർത്ഥി എങ്ങനെ എഴുതും? നിങ്ങൾ ഓരോരുത്തരും വിദ്യാർത്ഥികളാണ് അല്ലേ? അപ്പൊ വിദ്യാർത്ഥി എന്ന് എഴുതാൻ അറിയണ്ടേ? വേണം. ഡി വിദ്യാർത്ഥി. ശരിയായ വാക്യം നോക്കൂ. ആവർത്തന വിരസത വരാതെ ഉള്ള വാക്ക് എത്താനത്തെ ഡി ആണ് കേട്ടോ. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏതാണ്? ബഹുവചന രൂപം അല്ലാത്തത്, അതായത് പുല്ലിംഗ നാമം അല്ലാത്ത, സ്ത്രീലിംഗ അല്ല അയ്യോ പ്ലൂറൽ ഫോം അല്ലാത്തത്, സിംഗുലർ ഫോം ആയിട്ട് വരുന്നത് എ ആണ് കേട്ടോ. മാരാറാണേ, മാരാറാണ്. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളാക്കി വേർതിരിക്കുക. പാർവതി ജാനി. പാർവതി ജായയായിട്ടുള്ളവൻ, പാർവതി ജായയായിട്ടുള്ളവൻ, പാർവതി ജാനി. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം, സർപ്പന്യായം എന്ന ശൈലി എന്താണ് അർത്ഥം? അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്തിട്ട് ജീവിക്കുക, സർപ്പന്യായം. പ്ര പ്ലസ് മാനം എന്ന ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം. പ്ര പ്ലസ് മാനം എന്താണ് ചേർത്തെഴുതിയാൽ കിട്ടുക? പ്രമാണമാണ് കേട്ടോ. പ്ര പ്ലസ് മാനം. ചിലപ്പോൾ പ്രമാണത്തിനെ പിരിച്ചെഴുതാൻ തരാം. പ്രമാണത്തിനെ പിരിച്ചെഴുതാൻ തന്നു കഴിഞ്ഞാൽ പ്ര പ്ലസ് മാനം, മാനം പ്രമാണം. തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെക്കുറിച്ച് പഴഞ്ചൊല്ല്. തുടക്കം തന്നെ ഒടുക്കവും. കഞ്ഞിപറിക്കലും കടലാട്ടവും ഒരുമിച്ച്. താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. ഇത് 54/25 സെക്രട്ടേറിയറ്റ് OAയുടെ നടന്ന എക്സാം ആണ്. സി ആണ് കേട്ടോ. സി, അതായത് 1ഉം 3ഉം. പാഠവം, അതിർത്തി, പഠിതാവ് കറക്റ്റ് ആണ്. ശൃംഖല, നിഷ്ഠ, യഥാതഥം. ഓക്കെ, യഥാതഥം. ഈ ദായും ഈ ധായും ഒക്കെ ഒരുപോലെയാണ് അല്ലെ. പാഠവം, അതിർത്തി, പഠിതാവ്, ശൃംഖല, നിഷ്ഠ, യഥാതഥം. സൃഷ്ടാവല്ല അല്ലെ, നമ്മൾ സ്രഷ്ടാവ് എന്നാ പറയുക, സ്ര എന്നാണ് പറയുക. മഹോന്നതം പിരിച്ചെഴുതിയാൽ ഡി ആണ്. മഹാ പ്ലസ് ഉന്നതം കേട്ടോ. മഹത് പ്ലസ് ഉന്നതം ഒക്കെയാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇതിൽ എങ്ങനെ വന്നു? ഇവര് മഹാ പ്ലസ് ഉന്നതം, മഹോന്നതം എന്ന് പിരിച്ചെഴുതിയിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീതം, സ്വാധീനത്തിന്റെ വിപരീതം. സി, പരാധീനം. മേദിനി. മേദിനി നേരത്തെ പഠിച്ച ഓർമ്മയുടെ. മേദിനി നമ്മൾ പര്യായ പദങ്ങൾ പഠിച്ചില്ലേ? ഭൂമി. വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കിയില്ല. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ്? ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ഏകദേശം തന്നു, അതവിടെ ഇരിക്കട്ടെ. ഇവിടെ 10 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 10 കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം പറയുമ്പോൾ എപ്പോഴും എന്താണ് പ്ലൂറൽ ഫോമിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ വർഷങ്ങളോളം, വർഷങ്ങളോളം, വർഷത്തോളം കണ്ടോ, അവിടെ തെറ്റാണ്. ശരിയായ സ്ത്രീലിംഗ ശബ്ദം തന്നിട്ടുള്ളതിൽ ശരിയായ സ്ത്രീലിംഗ ശബ്ദം ബി ആണ്. 1ഉം 3ഉം. രക്ഷകൻ, രക്ഷിക. കാന്തൻ, കാന്ത. കാണുന്നയാൾ. ആരാ കാണുന്നയാൾ? പ്രേക്ഷകൻ. പ്രേക്ഷകൻ അല്ലേ. നമ്മളെ ശ്രീകണ്ഠൻ
സാറും അതുപോലെ 24-ലെ ഡോക്ടർ അരുണൊക്കെ റിപ്പോർട്ടിലൊക്കെ പറയല്ലേ, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയില്ലേ, പ്രേക്ഷകർ ഒരു അങ്ങനെയല്ലേ പറയാ, പ്രേക്ഷകൻ. ടെറിട്ടോറിയൽ ഡൊമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷ. ടെറിട്ടോറിയൽ ഡൊമിനേഷൻ. സി, പ്രാദേശികാധിപത്യം. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. ഉണ്ടചോറ്റില് കല്ലിടരുത്. നെക്സ്റ്റ് വൺ 53/25 സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ ആണ്. അവൻ എന്ന പദം പിരിച്ചെഴുതിക്കുക. നേരത്തെ ഇതൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഇന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിത് പഠിച്ചതാണ്. അവൻ പിരിച്ചെഴുതു. ആ പ്ലസ് അൻ, അവൻ. ആദേശസന്ധിക്ക് ഉദാഹരണം തന്നിട്ടുള്ളതിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ബി ആണ്. ബിൻ പ്ലസ് തലം, വിൻതലം. ആദേശസന്ധി. ഇതേതാ? ആഗമസന്ധി ഇല്ലേ? പനയോല. യായും വായും ആഗമിച്ചാൽ ആഗമസന്ധി. ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാളം. ആർക്കിടൈപ്പ്. ഡി ആണ്. ആദിപ്രരൂപം ട്ടോ. ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാളം ആദിപ്രരൂപം. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. അതിവാത്സല്യം അപകടകാരിയാണ്. ഒറ്റപ്പദം കണ്ടെത്തുക. തിദീർഷ. തിദീർഷ ഒറ്റപ്പദം. തരണം ചെയ്യാനുള്ള ഇച്ഛ, തിദീർഷ. തരണം ചെയ്യാനുള്ള ഇച്ഛ, തിദീർഷ. ചുവടെ കൊടുത്തിട്ടുള്ള കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഡി ആണ് കേട്ടോ. ഉഗ്രം, അത്യുഗ്രം. തെറ്റാണ്. ജംഗമം, സ്ഥാവരം. ശരിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മണ്ഡനം, ഖണ്ഡനം, വൃഷ്ടി, സമഷ്ടി. പഠിച്ചോളിനെ. ജംഗമം, സ്ഥാവരം പ്രീവിയസ് ആണ്. അത് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. മണ്ഡനം, ഖണ്ഡനം, വൃഷ്ടി, സമഷ്ടി. കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത്? എ ആണ് കേട്ടോ. അപ്പൊ കുതിരയുടെ പര്യായ പദങ്ങൾ ഈ മൂന്നെണ്ണം പഠിച്ചേ. ഹയം, ഗോഡകം, പീതി. ഹയം കുതിര, ഗോഡകം കുതിര, പീതി കുതിര. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. എ ആണ് കേട്ടോ. നായകൻ, നായികയാണ് അല്ലേ? നമ്മൾ നായിക എന്നല്ലേ പറയുക, നായകി എന്നൊന്നും പറയില്ല, നായിക എന്നാണ് പറയുക. ശശൂരൻ, ശുശ്രു അല്ലേ? ശശൂരൻ ആരാ? മരുമകൻ അല്ലേ? മരുമകൻ. ശുശ്രു ആരാ? മരുമകള്. തപസ്സി, തപസ്സിനി. ഉപാധ്യായൻ, ഉപാധ്യായി. പൂജക ബഹുവചനത്തിന് ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നത് സ്ത്രീകൾ, നദികൾ, മിടുക്കരൊക്കെ പൂജക ബഹുവചനമാണോ? അല്ല, വൈദ്യർ. കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം. ഡി, അപൂർവമായ സംഭവമാണ് കരണി പ്രസവം. അപൂർവമായ സംഭവം കരണി. ശരിയായ രൂപം യഥേഷ്ടം. എങ്ങനെ എഴുതാ? യഥേഷ്ടം. യഥേഷ്ടം ഈ ധായാണ് കേട്ടോ. യഥേഷ്ടം ഈ ധായാണ് യഥേഷ്ടം. പ്രതിരോധം എന്ന വാക്കിന്റെ വിപരീതം. പ്രതിരോധം, അനുരോധം. പ്രതിരോധം, അനുരോധം. പ്രതിരോധം, അനുരോധം. ദീപാവലി കുളിക്കുക, ദുർവ്യയം ചെയ്യുക അല്ലെ? ദീപാവലി കുളിക്കുക, അതായത് എന്ത് കിട്ടിയാലും അതിനെ ദൂർത്തടിച്ച് ചെലവാക്കുക അല്ലെ? ദുർവ്യയം ചെയ്യുക. റിപ്രൈമെന്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായ മലയാള പദം. റിപ്രൈമെന്റ് താക്കീത് കേട്ടോ. താക്കീതാണ്. അനുചിതം എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചത് ഉചിതമല്ലാത്തത് എന്നാണ് കേട്ടോ. അവിടെ ആൻസർ വരുന്നത്. അതിന്റെ സ്ലൈഡ് അവിടെ ചേർക്കാൻ വിട്ടതാണ്. അനുചിതം എന്ന വാക്കിന്റെ അർത്ഥം ഉചിതമല്ലാത്തത്. ആന പര്യായ പദം പറഞ്ഞേ. വാരണം. ഓക്കെ. വാരി എന്താ? വാരി. വാരി എന്താ? ജലം. വാരി ജലം. വാരണം. ആന കണ്ടില്ലേ? കരിമ്പ് തോട്ടത്തിൽ കണ്ട കരിമ്പിനെ ഒന്നായിട്ട് അങ്ങോട്ട് വാരും അല്ലേ? വാരണം, ആന. മേദിനി ആരാ? ഭൂമി. താഴെ കൊടുത്തിട്ടുള്ള ശരിയായ വാക്യം. നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. നാം കഴിക്കുന്ന ആഹാരം മറ്റു വിഷാംശങ്ങൾ അതിലൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് പൂർണ്ണത കിട്ടില്ല. അപ്പൊ തന്നെ നമുക്കറിയാം സെന്റൻസ് തെറ്റ് വരുന്നത് കേട്ടോ. വിദ്യുത് ശക്തി പിരിച്ചെഴുതിക്കേ. വിദ്യുത് ശക്തി നേരത്തെ ചെയ്താണ്, ഇതൊക്കെ ചെയ്തതാണ്. വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് ശക്തി. പ്രതിദിനം, ദിനം തോറും പ്രതിദിനം, ദിനം തോറും പ്രതിദിനം. ബിണ്ടലം പിരിച്ചെയ്തു. 32/25. ബിണ്ടലം നേരത്തെ പറഞ്ഞതല്ലേ? സ്ലൈഡ് ഫുള്ള് ചെയ്യൂ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് കേട്ടോ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. വിണ്ടലം, വിൻ പ്ലസ് അല്ലെ? വിണ്ടലം ഏത് സന്ധ്യ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ തൊട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞേ ഉള്ളൂ. ആദേശ സന്ധി.
ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം ക്ലീബം. ഏതാ? നപുംസകമാണ് കേട്ടോ. ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം നപുംസകം. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഡി ആണ് കേട്ടോ. മഞ്ഞല്ല. സാമുദ്രം, അക്ഷീപം, വസിരം അതൊക്കെയാണ് കൂട്ടത്തിൽ പെടാത്തത്. മഞ്ഞ്. ശരിയല്ലാത്ത വിപരീത പദം അണിയം, അമരം. ശരിയാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അണിയത്തിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അമരം. പിന്നെ ആധാനം, പ്രധാനം ഇതൊക്കെ ശരിയാണ്. ശരിയല്ലാത്ത ചോദിച്ചിരിക്കുന്നത് അണിയം പഠിച്ചു വെച്ചോളണം. അമരം, അണിയം, അമരം. ആധാനം, പ്രധാനം. ആധാനം, പ്രധാനം. വൃഷ്ടി, സമഷ്ടി. വൃഷ്ടി, സമഷ്ടി കേട്ടോ. ചുട്ടെഴുത്തുക ഇതാണ് ആൻസർ വരുന്നത്. തെറ്റാണ്. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് എ ആണ് കേട്ടോ. ആ ഇ ഉ സോറി ആ ഇ എ അതാണ് ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത്. ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിനർത്ഥം ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത്. ബി ആണ്. ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി നേതാവ്, നേത്രി, വിദ്വാൻ, വിദുഷി, അപായം, ഉപായം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാം അല്ലെ. തെറ്റായ ജോഡി നേതാവ് നേത്രിയാണ്, വിദ്വാൻ വിദുഷിയാണ്, അപായം ഉപായമാണ്, കവി കവയിത്രി. എങ്ങനെയാ? ഏതാണ് അതില് തെറ്റായ ജോഡി? സി ആണ് അല്ലേ. കവി കവയിത്രി. കവി ഇവിടെ വേണ വള്ളി വേണ്ട, വള്ളി വേണ്ട. വാ കഴിഞ്ഞിട്ട് വള്ളി വേണ്ട. യാ വള്ളി താവള്ളി, യാ വള്ളി താവള്ളി. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. പിപ്പടിഷു അല്ലേ. പിപ്പടിഷു. പിപ്പാസു കുടിക്കാൻ ആഗ്രഹിക്കുന്നയാള്. ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നയാള്. ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാള്. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് സല്ലിംഗ ബഹുവചനം. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടിയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം. കാലുകൊണ്ട് വെള്ളം കുടിച്ചിട്ട് തല കൊണ്ട് മുട്ടിയിടുക. തെങ്ങ് അല്ലേ. നെക്സ്റ്റ് വൺ. ശരിയായ പദം ഏത്? യഥേഷ്ടം. ഇതാണ് നേരത്തെ ചെയ്തല്ലേ. കണ്ടോ എത്ര പ്രാവശ്യം ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ വരുന്നത്? യഥേഷ്ടം. ദ ഏത് ദായാണ്? ഇത. താഴെ കാറ്റിന് പര്യായ പദം അല്ലാത്തത് ഏതാണ്? കാറ്റിന് പര്യായ പദം അല്ലാത്തത് അനലൻ അല്ലേ. അനലൻ പറഞ്ഞാൽ തീയാണ് അല്ലേ. പവനൻ കാറ്റാണ്. മാരുതൻ അനിലൻ. ചേർത്ത് എഴുതുക. സത് പ്ലസ് ജനം. സത് പ്ലസ് ജനം ചേർത്ത് എഴുതുമ്പോൾ സജ്ജനം. സജ്ജനം ചേർത്ത് എഴുതു. അതൊക്കെ വിപരീത പദം ഉഗ്രം. ഉഗ്രം ശാന്തം. നെന്മണി പിരിച്ചെതിക്കേ. നെന്മണി. നെൽ പ്ലസ് മണിയാണ് നെന്മണി. ഉഗ്രം അതൊക്കെ അത് ഇട്ട് വന്നിട്ടുണ്ട്. കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം. കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം ഏതാണ്? കാലുകൾ ഏതാണ്? അല്ലിംഗ ബഹുവചനമാണ്. സ്ത്രീലിംഗ പദം എഴുതുക. ലേഖകൻ. ലേഖകൻ ലേഖിക. ലേഖകൻ ലേഖിക. നെക്സ്റ്റ് പ്രസൻസ് ഓഫ് മൈൻഡ്. അതിന് മലയാളം പ്രസൻസ് ഓഫ് മൈൻഡ് മനസാന്നിധ്യം. മനസാന്നിധ്യം. ജനകന്റെ മകൾ ജാനകി. ജനകന്റെ മകൾ ജാനകി. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയം. അരയും തലയും മുറുക്കുക എന്താണ്? തയ്യാറാവുക. എന്താണ്? അരയും തലയും മുറുക്കുക തയ്യാറാവുക. മണിയറ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത്. മണിയറ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് മാധവൻ അയ്യപ്പത്താണ് കേട്ടോ. മണിയറ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് മാധവൻ അയ്യപ്പത്താണ്. ചെറുകഥയിലെ സംക്രമ പുരുഷനാണ് ഉറൂബ് എന്ന് നിരീക്ഷിച്ചത് ആരാണ്? ചെറുകഥയിലെ സംക്രമ പുരുഷനാണ് ഉറൂബ് എന്ന് നിരീക്ഷിച്ചത് KS രവികുമാറാണ്. ഇനി ചേരുംപടി ചേർക്കുക. ഞാൻ NN പിള്ള അല്ലെ. ഞാൻ ആരാ? NN പിള്ള. A4 വരുന്ന ഓപ്ഷൻ ആദ്യം എടുക്കുക കേട്ടോ. സോറി A5 വരുന്ന ഓപ്ഷൻ. A5 A2 അപ്പൊ ഇതൊക്കെ ഡിലീഷൻ ചെയ്തു. ഓർമ്മയുടെ തീരങ്ങളിൽ ആരാണ്? എന്റെ വഴിത്തിരിവ്. അതിൽ നമുക്ക് എന്താണ് ഓപ്ഷൻ വെച്ചിട്ടൊന്നും ചെയ്യല്ലേ. എന്റെ വഴിത്തിരിവ് ആരുടെയാ? പൊൻകുന്നം വർക്കി അല്ലെ. ഡി ഏത് വരണം? 3 വരണം. ഡി 3 വരുന്ന ഓപ്ഷൻ നോക്കിയതാ ഇതാണ് കണ്ടോ. സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. A5 ഞാൻ. ഞാൻ
ആരുടേതാ? NN പിള്ള. പിന്നെ ബി 1 ഓർമ്മയുടെ തീരങ്ങളിൽ ആരാ? തകഴി ശിവശങ്കര പിള്ള. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് സി 2 ആരാ? ഭാരതി ഉദയഭാനു. എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നമ്പ്യാൻതമിഴ് കൃതികളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? നമ്പ്യാൻതമിഴ് കൃതികളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ദേവി മഹാത്മ്യമാണ് കേട്ടോ. ദേവി മഹാത്മ്യമാണ് നമ്പ്യാൻതമിഴ് കൃതികളിൽ ഉൾപ്പെടുന്നത്. ബി ഷിനിലാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കഥയിൽ സുചിതമായ ചരിത്ര പുരുഷന്മാർ ആരെല്ലാം? ബി ഷിനിലാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കഥയിലെ ചരിത്ര പുരുഷന്മാര് കുമാരനാശാനും ശ്രീനാരായണ ഗുരുവുമാണ്. കുമാരനാശാൻ ആൻഡ് ശ്രീനാരായണ ഗുരു. ബാധ്യാർ കഥകളിലൂടെ പ്രസിദ്ധനായ കഥാകൃത്ത് ആരാണ്? കാരൂർ നീലകണ്ഠപിള്ള. ബാധ്യാർ കഥകളിലൂടെ പ്രസിദ്ധനായ കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ള. കേരള ഭാഷാ വ്യാകരണം എന്ന കൃതിക്ക് യോജിച്ച പ്രസ്താവനകൾ ഏതെല്ലാം? നൂറാമത്തെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന് അത് വിട്ടേക്കിട്ട്, അത് വേണ്ട. ഇനി നോക്കാം. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ്? വള്ളത്തോളാണ്. രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ ഏതാണ്? ധർമ്മപുരാണമാണ് രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ. അധ്യാപക കഥകൾ രചിച്ചത് ആരാണ്? അധ്യാപക കഥകൾ രചിച്ചത് അക്ബർ കക്കട്ടിൽ തന്നെയാണ് കേട്ടോ. അധ്യാപക കഥകൾ രചിച്ചത് അക്ബർ കക്കട്ടിൽ തന്നെയാണ്. രണ്ടു പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസം ദ്വന്ദ്വൻ അല്ലെ. അതായത് രണ്ട് പദങ്ങൾ ഉണ്ടാകും അല്ലെ. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടിനും ഒരേ എന്തായിരിക്കും? പ്രാധാന്യം ഉണ്ടാകും. ദ്വന്ദ്വൻ. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഷികാസൂത്രണ യൂണിറ്റ് വേണ്ട കേട്ടോ, ഇത് ക്വസ്റ്റ്യൻ വിടുക. ഞാൻ ഇതില് കാരണം വേറൊരു ഡിപ്പാർട്ട്മെന്റ് നടന്ന എക്സാം ആണ്, അപ്പൊ അതിന്റെ ഇടയിൽ ഓരോ ക്വസ്റ്റ്യൻ വന്നു, അപ്പൊ അതും കൂടി കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടതന്നേ ഉള്ളൂ. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എഴുതിയത് ആരാണ്? ലളിതാംബിക അന്തർജനം. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനം. നിന്നുപോയി എന്ന പ്രയോഗത്തിൽ പോയി എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? പോയി, അനുപ്രയോഗം, അനുപ്രയോഗം. സർവഭാഷാ വ്യാകരണം യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ആശയം അവതരിപ്പിച്ചത് നോം ചോംസ്കി. ഓർമ്മയുണ്ടോ? ഇന്നലെ ക്ലാസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മള് സർവഭാഷാ വ്യാകരണ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ആശയം അവതരിപ്പിച്ചത് ഇംഗ്ലീഷില് ഗ്രാമറിൽ വന്നത് ഓർമ്മയുണ്ടോ? ഇന്നലെ വർക്ക്ഔട്ട് ചെയ്തവർക്കൊക്കെ മനസ്സിലാകും. നോം ചോംസ്കി. സമ്പത്ത് പ്ലസ് രംഗം ചേർത്ത് എഴുതുമ്പോൾ സമ്പത്ത് രംഗം. സമ്പത്ത് ഈ താമായിട്ട് എന്ത് മാറണം? ദ ആയിട്ട് മാറണം കേട്ടോ. സമ്പത്ത് രംഗം. നെക്സ്റ്റ് വൺ, ശരിയായ ജോഡി ഏതാണ്? തോഴി, തൊഴി, തോഴി, ആളി, സഖി അല്ലെ. ആളി, സഖി, തോഴിയാണ് കേട്ടോ. എതിർലിംഗം ലേഖകൻ. ലേഖകന്റെ എതിർലിംഗം ലേഖക. ലേഖകൻ, ലേഖക. ഒറ്റപ്പദം ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. അക്ഷന്തവ്യം. പിരിച്ചെഴുതുക. മരങ്ങൾ. പിരിച്ചെഴുതു. മരം പ്ലസ് കൾ കേട്ടോ. മരം പ്ലസ് കൾ മരങ്ങൾ. ശരിയായ പദം അതിഥി. അതിഥി. ഫസ്റ്റ് താവ നമ്മൾ താത്താ ദന്തന്ന എഴുതില്ലേ? താത്താ ദന്തന്ന. അതിഥി എഴുതുമ്പോ ഈ തായ ഫസ്റ്റത്തെ തായ എന്നായിരിക്കും ഫസ്റ്റ് വരേണ്ടത് കേട്ടോ. വിത്ത് ഗുണം 10 ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നത് എന്താണ്? പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. Too many cooks spoil the broth എന്നതിന് സമാനമായ പഴഞ്ചൊല്ല്. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല. Too many cooks spoil the broth. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല. അങ്ങനെ നമ്മള് 2025 കഴിഞ്ഞു. ഞാൻ 2-3 സ്ലൈഡ് 2024 ഇതിൽ കിടക്കണോ, അപ്പൊ അത് ഇട്ടിട്ടുണ്ട്. 1-2 ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. എന്തായാലും ഒരു വഴിക്ക് പോണതല്ലേ. ഓക്കെ. ഡംഭം പര്യായപദം. ഡംഭം പര്യായപദം അഹങ്കാരം. ഉചിതമായ ഘടകപദം ഉപയോഗിച്ച വാക്യങ്ങൾ ചേർത്തത്. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. ഉചിതമായ ഘടകപദം എ ആണ് കേട്ടോ. അപ്പോൾ അല്ലേ. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, അപ്പോൾ കുട്ടി നിർത്താതെ കരഞ്ഞു. നമ്മളത് സെറ്റിൽ ഇട്ടിട്ടുണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ 2020 സെറ്റിൽ ഇട്ട് തന്നിട്ടുണ്ട്. ചിന്മയം. ഇത് വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ചിത് പ്ലസ് മയം അല്ലെ. ചിത് പ്ലസ് മയം ചിന്മയം. കൃശം വിപരീതം. കൃശം മേധുരം. വിഷത്തിന്റെ വിപരീതം മേധുരം. സാക്ഷി സ്ത്രീലിംഗ പദം പറയൂ. സാക്ഷിയുടെ സ്ത്രീലിംഗം എന്താണ്? സാക്ഷിണി. ദുഃഖം. ദുഃഖം. ഇണ്ടൽ അല്ലെ. ദുഃഖത്തിന് ഇണ്ടൽ എന്നും പറയാം.
ശരിയായ പദം തന്നിട്ടുള്ളതിൽ ശരിയായ പദം ഏതാണ്? സി ആണ് കേട്ടോ, നികൃഷ്ടം. ഇവിടെ അച്ഛനെ യാദൃച്ഛികമായി കണ്ടു എന്നല്ലേ നമ്മൾ പറയാ, ചായ അല്ലേ? ഓക്കെ, ഇവിടെ ടായാണ് കേട്ടോ, അവശിഷ്ടമാണ്. ഇവിടെ അടിമത്തമാണ്. പിന്നിൽ നിന്ന് കുത്തുക എന്നതിന്റെ പരിഭാഷ. വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, വേഗം ചെയ്യണം. നിങ്ങൾ തന്നെ തനിയെ ചെയ്ത് നോക്കണം കേട്ടോ. ബ്ലാക്ക് സ്റ്റാബിംഗ് അല്ലെ, ബാക്ക് സ്റ്റാബിംഗ്, ബാക്ക് സ്റ്റാബിംഗ്. ശരിയായ വാക്യം എഴുതുക. വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു. വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു. എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം. എന്നും പകിട 12, എന്നും വിജയം ട്ടോ, എന്നും വിജയം. അങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2025 10+2 ഡിഗ്രി AS അടക്കം എത്തിയില്ലേ എക്സാം. അപ്പൊ ഇതുവരെയുള്ളത് ജനുവരി ടു ജൂലൈ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റഡ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ ലെവൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എക്സാമിന് പോകുന്നവർക്ക് നമ്മുടെ ഇംഗ്ലീഷും മലയാളവും മാർക്കും 20 മാർക്ക് വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ട് വരിക കേട്ടോ. എല്ലാവിധ ആശംസകളും നേരാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.